2000 തൊട്ട് മുമ്പ് വരെ. അതിനുശേഷം വ്യാഴദശയാണ്. നമുക്കറിയാം വ്യാഴദശ നമുക്ക് പറയുന്നത് നല്ലതാണ്, നല്ല സമയമാണ്. ഏകദേശം ഈ സുഹൃത്തിന് ഏകദേശം വയസ്സ് അന്നേരത്തേക്കും എത്ര ഉണ്ടാവും, 25 വയസ്സൊക്കെ ഉള്ള സമയത്താണ് വ്യാഴം തുടങ്ങിയത്. അപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനും വിവാഹം നടക്കാനും മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു നല്ല സമയത്താണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് നല്ല ജോലിയിലെത്താനും ആ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തികമായ ഉയർച്ചയും കുടുംബപരമായ ഉയർച്ചയും കുടുംബത്തിൽ എല്ലാവർക്കും ഐശ്വര്യങ്ങളെല്ലാം ഉള്ള ഒരു അവസ്ഥയിൽ 2015 വരെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം എന്ത് പറ്റി? ശനിദശ 2015 മുതൽ ശനിദശ തുടങ്ങി. അത് 2034 വരെയുണ്ട് ശനിദശ. ഈ സമയത്താണ് അവിടെ കഷ്ടകാലം തുടങ്ങിയത്. പക്ഷെ നമ്മളോട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ 2015 കഷ്ടകാലം തുടങ്ങുന്നത് വരെ നമുക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ജാതകം കൃത്യമായിട്ട് നോക്കാൻ അറിയാമെങ്കിൽ ഈ 2025 കഷ്ടകാലം ഉണ്ടാകും എന്ന് നമുക്ക് 1974 തന്നെ നമുക്ക് ആ കുട്ടി ആയിട്ട് ജനിക്കുമ്പോൾ തന്നെ ജ്യോതിഷം നോക്കിയാൽ മനസ്സിലാകും. കാര്യം ശനിദശയിൽ പ്രശ്നമുണ്ട്, ശനിദശയിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അപ്പോൾ ശനിദശയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകണം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ശനി എന്ന് പറയുന്നത് ധർമ്മിഷ്ഠനാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും ധാർമ്മികമായിട്ടുള്ള തെറ്റ് നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തതിൻ്റെ ഫലം അനുഭവിപ്പിക്കലാണ് ശനിയുടെ കടമ. അപ്പോൾ അതൊക്കെ വേറൊരു ലെവലിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ശനി എല്ലാവർക്കും ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദോഷം ചെയ്യത്തില്ല. അതിന് എങ്ങനെ ഇരിക്കും? ശനി ഇയാളുടെ ഗ്രഹനിലയിൽ എവിടാണ് നിൽക്കുന്നത്, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ശനി ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഓരോ ഗ്രഹത്തിനും ഗ്രഹനിലയിൽ ബലം കൂടിയും കുറഞ്ഞും ഇരിക്കും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ഏത് ഭാവത്തിലാണ് അല്ലെങ്കിൽ ഏത് രാശിയിലാണ് ഓരോ ഗ്രഹത്തിനും ബലം കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ ബലമുള്ളതും ഏറ്റവും കുറഞ്ഞ ബലമുള്ളതും പിന്നെ മീഡിയമായിട്ട് ബലം ഉള്ളതും എന്നും നമുക്ക് മനസ്സിലാവും. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആകാശത്ത് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെളുത്ത വർഷത്ത് ചന്ദ്രൻ ഫുൾ മൂണായിരിക്കും. അതിനുശേഷം ചന്ദ്രൻ ചെറുതായിട്ട് കറുത്തവാവിലേക്ക് എത്തും. അതുപോലെ തന്നെ എല്ലാ ഗ്രഹത്തിനും അങ്ങനെ ഒരു സംഭവമില്ല, എങ്കിലും അതിൻ്റെ പ്രഭാവം ആ ജാതകന് കുറവും കൂടുതലും അനുഭവപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശനി എന്ന് പറയുന്നത് എല്ലാവർക്കും ദോഷം ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ശനി നല്ല കാര്യങ്ങൾ ചെയ്യും. അത് ശനി എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ശനിക്ക് എത്രമാത്രം ബലമുണ്ട്, ഇതിനെല്ലാം ആശ്രയിച്ചായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജാതകന് ശനി എവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുകളിലേക്ക് ഗ്രഹനിലയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്ന സ്ഥലം നോക്കാം. ഇതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലഗ്നം, അതായത് 1-ാം ഭാവത്തിൽ നമ്മൾ എണ്ണി നോക്കാം ശനി എവിടെ നിൽക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8-ാം ഭാവത്തിലാണ് ഈ ജാതകന് ശനി നിൽക്കുന്നത്. 8-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവത്ര നാശവും വിപത്ത് ആപത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ശ്ലോകമുണ്ട്. ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഓരോ ഭാവത്തിനും ഉള്ള ഒരു ശ്ലോകങ്ങളുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, മനസ്സിലാവും. അതായത് ഈ ജാതകന് സർവത്ര നാശം തരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ശനി നിൽക്കുന്നത്. അതാണ് അതിൻ്റെ പൊരുൾ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ജ്യോതിഷം വലിയ ഹൈ ലെവലിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയാം, അഷ്ടമം എന്ന് പറയും. സർവത്ര നാശം ഈ ജാതകന് ശനിദശയിൽ ഉണ്ടാകും എന്ന് പറയാൻ അധികം പഠനം ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ ജാതകന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കഷ്ടകാലം സംഭവിച്ചത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ജാതകം
നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജാതകം നമ്മളെടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപത്തുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പ്രിവെൻറ്റീവായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശനിദശയാണെങ്കിൽ ഇന്ന വഴിപാടുകൾ ചെയ്യണം, ഇന്ന ദേവതകളെ പൂജിക്കണം, അതൊക്കെ നമുക്ക് ആ ചെറിയ നോളജുകളൊക്കെ ഉണ്ട്. പക്ഷേ ശനിദശയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാലേ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ശനിദശ നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ അമ്പലത്തിൽ നീലാഞ്ജനം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ശബരിമലയ്ക്ക് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ശിവപ്രീതി വരുത്തിയാൽ നല്ലതാണ്, ഗണപതിയുടെ പ്രീതി വരുത്തിയാൽ നല്ലതാണ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആരെങ്കിലും നമ്മളെ ഉപദേശിച്ച് തന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പം എപ്പോഴും നമുക്കൊരു ജ്യോതിഷനെ പോയി കണ്ട് 1000 500 രൂപ കൊടുത്ത് നമുക്ക് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല, എപ്പോഴും അത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പം ബേസിക്കായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അത്യാവശ്യം പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് നമ്മുടെ ഈ ഒരു ജ്യോതിഷ ക്ലാസ്സിൻ്റെ ഒരു ലക്ഷ്യം. ഉദാഹരണത്തിന് ഒരു ഗ്രഹനില കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സംഭവിച്ചു 2015 ആയപ്പോഴത്തേക്കും ശനിദശ തുടങ്ങി. ആൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ജോലിക്ക് ഭയങ്കര മടുപ്പാണ്, പിന്നെ അതുപോലെ മദ്യപാനമൊന്നും ഇല്ലാത്ത ആളാണ്, പുകവലിയൊന്നും ഇല്ലാത്ത ആളാണ്. ഇതെല്ലാം തുടങ്ങി. അപ്പം അങ്ങനെ മദ്യത്തിൻ്റെ വഴിക്ക് പോയി. 5-6 വർഷം കൊണ്ട് അഡിക്റ്റായി. ജോലി റിസൈൻ ചെയ്താണോ അതെയോ എന്താ സംഭവം അറിയത്തില്ല, ജോലിയില്ല, ഇപ്പോഴും ജോലിയില്ല. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്നൊക്കെ പോയി ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ജോലി ചെയ്യാൻ ഇപ്പോഴും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി നേരത്തെ നമുക്ക് അറിയാൻ പറ്റുന്നതാണെന്നാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ആ സ്ക്രീനിൽ നമ്മൾ ആ ഗ്രഹനില എടുത്തത്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു ഗ്രഹനില എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് ചെയ്ത് കാണിക്കുക. അതിനൊപ്പം ഒരു ഉദാഹരണം ഇട്ട് നമ്മൾ ചെയ്തതാണ്. റിയലായിട്ട് നമുക്ക് അനുഭവമുള്ളൊരു ഗ്രഹനിലയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈറ്റ് ഉപയോഗിക്കാം. നമുക്ക് അത് ഫ്രീ ആണ് സൈറ്റ്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ജാതകങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് മോശം സമയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കില്ലിലേക്ക് നമുക്ക് എത്തണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വേറെ എന്താണ് പഠിച്ചത്? പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് മലയാള മാസങ്ങളാണ് പറഞ്ഞത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ചിങ്ങം മുതൽ 12 മാസങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ 12 രാശികൾ കണ്ടു. 12 ചതുരങ്ങളുള്ള ഒരു ഗ്രഹനിലയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ചതുരത്തിനും നമ്മൾ പറയും, ഈ മലയാള മാസത്തിൻ്റെ പേരിട്ട് തന്നെയാണ് ഓരോ രാശിയെയും നമ്മൾ വിളിക്കുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മളത് പറയാൻ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? മേടം തൊട്ടായിരിക്കും തുടങ്ങുന്നത്. മേടം രാശി, ഇടവൻ രാശി, അങ്ങനെയാണ് നമ്മൾ ഓരോ ബോക്സിനും നമ്മൾ വിളിക്കുന്നത്. മേടം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ സമയം, ഏപ്രിൽ മാസം വിഷു. അതാണ് നമ്മളൊരു പുതുവർഷമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, വിഷുവിൻ്റെ സമയം. അപ്പോൾ ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ ചിങ്ങം കന്നി എന്നല്ല നമ്മൾ പറയുന്നത്. അത് ആദ്യം നമ്മൾ പറയുന്നത് മേടം മുതലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ
ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലിങ്ക് നമ്മളോട് ചേർത്തിരിക്കുന്നത്. ഇത് മലയാള മാസങ്ങളാണ്, നമ്മളെല്ലാവർക്കും അറിയാം. അത് നമ്മൾ ജ്യോതിഷത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും, എന്താണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മേടം, ഇടവം, മിഥുനം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇനി അത് നമ്മളിവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രഹനില എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഗ്രഹനിലയിൽ നമ്മൾ എങ്ങനെയാണത് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഗ്രഹനില കണ്ടു. ഇത് ഇവിടെ 1 എന്ന് എഴുതിയേക്കുന്ന കാണാൻ തോന്നും. രാശിയിൽ 1, 1, 2, 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മേടം, ഇതാണ് മേടം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇടവം, പിന്നെ മിഥുനം, കർക്കിടകം, ചിങ്ങം, ചിങ്ങൻ രാശി, അങ്ങനെ ഈ 12 രാശികളാണ് നമ്മൾ പറയുന്നത്. അപ്പം മേടം രാശി, ഇടവം രാശി, അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. നമ്മൾ കുറേ ഗ്രഹനിലകളൊക്കെ നമ്മൾ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതെല്ലാം തറവായിക്കോളും. പിന്നെ നമ്മൾ വേറെ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഭാവമാണ്. നക്ഷത്രങ്ങൾ ഇതുപോലെ തന്നെ അശ്വതി, ഭരണി മുതൽ എല്ലാ നക്ഷത്രങ്ങളുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ 27 നക്ഷത്രങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും തന്നെ ഹൃദയസ്ഥമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഇടയിൽ ചെറിയ നോട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഗ്രഹനില എടുത്തപ്പോഴത്തേക്കും ആ വ്യക്തി ജനിച്ച അക്ഷാംശം, രേഖാംശം അല്ലെങ്കിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ സ്ഥലം ഉപയോഗിച്ചു, മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലം ഉപയോഗിച്ചു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഭൂമിയിൽ നോക്കുമ്പോൾ 27/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ആകാശമണ്ഡലത്തിലൂടെ കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഈ 27 നക്ഷത്രങ്ങളുടെ അടുത്തൂടെ, 27 നക്ഷത്രങ്ങളുടെ സമീപത്തൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അനവധിയുണ്ട്, എങ്കിലും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഭൂമിയായിട്ട് അടുപ്പമുള്ള നക്ഷത്രങ്ങൾ, ഇത്രയും നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ നക്ഷത്ര സമൂഹങ്ങൾ തന്നെ വേണേൽ പറയാം. അശ്വതി എന്ന് പറയുന്നത് ഒരു നക്ഷത്രമല്ല, അത് കുറേ നക്ഷത്രങ്ങൾ